സ്വാഗതം. ഭൂഗോളം സ്പേസ് മലയാളം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളുടെ വിവാഹാലോചനകൾ ഇവിടെ ഷെയർ ചെയ്യുന്നു. വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. വാട്സപ്പ് നമ്പർ വഴി നിങ്ങളുടെ വിവരങ്ങൾ എനിക്ക് നൽകുക. ഫോൺ നമ്പർ അടങ്ങിയ കൂടുതൽ കാര്യങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് നൽകുന്നത്. ഫേസ്ബുക്ക് പേജ് ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. യൂട്യൂബിൽ വിവരങ്ങൾ ഷെയർ ചെയ്യുന്നതിന് ഒരു ലിമിറ്റുണ്ട്. അതുകൊണ്ടാണ് എല്ലാ വിഭാഗം ആളുകൾക്കും ഇവിടെ ഷെയർ ചെയ്യാം. അപ്പോൾ ഇനി ഇന്നത്തെ വിവാഹാലോചനയിലേക്ക് കടക്കാം. ആദ്യത്തെ വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് ജർഷാദിന് വേണ്ടിയിട്ടാണ്. ജർഷാദ് 30 വയസ്സ്, 168 സെൻറ്റിമീറ്റർ ഉയരം, വിദ്യാഭ്യാസം +2, മതപഠനം 7, ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നു. ഉമ്മ പെങ്ങൾ വിവാഹിതയാണ്. മിഡിൽ ക്ലാസ് ഫാമിലി, ബാധ്യതകളൊന്നുമില്ല. കോഴിക്കോടാണ് സ്ഥലം. കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും വാട്സപ്പ് വഴി ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക. ഫേസ്ബുക്ക് പേജ് ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ഫേസ്ബുക്ക് പേജിൽ ഇന്ന് തന്നെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് വിമേഷിന് വേണ്ടിയിട്ടാണ്. വിമേഷ് 37 വയസ്സ്, 170 സെൻറ്റിമീറ്റർ ഉയരം, ഇലക്ട്രിക്കൽ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുന്നു. ക്രിസ്ത്യൻ മലങ്കര കത്തോലിക് സഭ വിഭാഗം. ഏത് വിഭാഗം ക്രിസ്ത്യൻ ഫാമിലിയിൽ നിന്നും ക്ഷണിക്കുന്നു. ഡിമാൻഡുകൾ ഒന്നുമില്ല. വിദ്യാഭ്യാസം SSLC. കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പറിനും വേണ്ടിയിട്ട് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക. ജോലി സംബന്ധമായ കൂടുതൽ കാര്യങ്ങൾ, സ്ഥലം, ഇതൊന്നും യൂട്യൂബ് വഴി ഷെയർ ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഫേസ്ബുക്ക് പേജ് വഴി ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് ക്ലിഫ് എബ്രഹാമിന് വേണ്ടിയിട്ടാണ്. ക്ലിഫ് എബ്രഹാം 32 വയസ്സ്, 183 സെൻറ്റിമീറ്റർ ഉയരം, ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്, ഡിപ്ലോമ ഇൻ ഹൈടെക് ട്രക്ക്. ഈ 3 വിഭാഗത്തിൽ ഡിപ്ലോമ എടുത്തിട്ടുണ്ട്. ക്രിസ്ത്യൻ ലാറ്റിൻ കത്തോലിക്കാണ് വിഭാഗം. ജോലി ചെയ്യുന്നത് നാട്ടിലല്ല. കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പറിനും വേണ്ടിയിട്ട് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക, ഇല്ലെങ്കിൽ വാട്സപ്പ് വഴി എന്നെ കോൺടാക്റ്റ് ചെയ്യുക. അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് ലോറൽ റിയോണ് വേണ്ടിയിട്ടാണ്. ലോറൽ റിയോൺ 28 വയസ്സ്, 178 സെൻറ്റിമീറ്റർ ഉയരം, +2, ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്. 2 ഡിപ്ലോമ എടുത്തിട്ടുണ്ട്. ക്രിസ്ത്യൻ ലാറ്റിൻ കത്തോലിക്. ഇതിനു മുൻപ് കൊടുത്ത ആ പ്രൊഫൈലിലെ സഹോദരനാണ്. ആലപ്പുഴയാണ് സ്വദേശം. കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക. താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ വാട്സപ്പ് വഴി എനിക്ക് മെസ്സേജ് അയയ്ക്കുക. കൂടുതൽ ഡീറ്റെയിൽ യൂട്യൂബ് വഴി ഷെയർ ചെയ്യാൻ പാടില്ലാത്തത് കൊണ്ടാണ് ഈ രീതി അവലംബിക്കുന്നത്. അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് സന്ദീപിന് വേണ്ടിയിട്ടാണ്. സന്ദീപ് 37 വയസ്സ്, 2ാം വിവാഹമാണ്. കുട്ടനാട് ആണ് വീട്. നേഴ്സിംഗ് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ടാണ്. വീട്ടിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. മറ്റ് ചെറിയ രീതികളിലുള്ള ബിസിനസ്സുകളും ചെയ്യുന്നുണ്ട്. ജോലി സംബന്ധമായ കാരണങ്ങളാണ് ആദ്യത്തെ ഒരു പുനർവിവാഹത്തിന് ഇടയാക്കിയത്. വീട്ടിൽ അച്ഛനും അമ്മയും പെങ്ങളും അനിയനും വിവാഹം കഴിഞ്ഞ് മാറി താമസിക്കുന്നു.
കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പറിനും വേണ്ടിയിട്ട് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക, ഇല്ലെങ്കിൽ വാട്സപ്പ് വഴി എന്നെ കോൺടാക്റ്റ് ചെയ്യുക. അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് ജിസോജ് ജോസഫിന് വേണ്ടിയിട്ടാണ്. ജിസോജ് ജോസഫ്, 36 വയസ്സ്, RCSC ക്രിസ്ത്യൻ വിഭാഗം, 10 വരെയാണ് പഠിച്ചിരിക്കുന്നത്. ഇപ്പോൾ ചെയ്യുന്ന ജോലി ഫാമിംഗ് ആണ്. അമ്മയുണ്ട്, സഹോദരിയുണ്ട്. സഹോദരി വിവാഹിതയാണ്. മൂവാറ്റുപുഴയാണ് സ്വദേശം. കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പറിനും വേണ്ടിയിട്ട് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യുക. അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് സിജോ ഗീവർഗീസ് അലക്സിന് വേണ്ടിയിട്ടാണ്. സിജോ ഗീവർഗീസ് അലക്സ്, 34 വയസ്സ്, 5 അടി 4 ഇഞ്ച് ഉയരം, അതായത് 162 സെൻറ്റിമീറ്റർ, ക്രിസ്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം, കൊട്ടാരക്കരയാണ് സ്ഥലം. നാട്ടിലല്ല ജോലി ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ BTech ECE ആണ്. ഒരു സഹോദരി വിവാഹം കഴിച്ചതാണ്. ഫാദറും മദറും ഉണ്ട്. കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പറിനും വേണ്ടിയിട്ട് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് വഴി എന്നെ കോൺടാക്റ്റ് ചെയ്യുക. അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് വിശാഖിന് വേണ്ടിയിട്ടാണ്. വിശാഖ്, 32 വയസ്സ്, രോഹിണി നക്ഷത്രം, SC വിഭാഗം, ഹോട്ടൽ മാനേജ്മെൻ്റ് ആണ്. ഹോട്ടൽ മാനേജ്മെൻറ്റ് ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെൻറ്റ്. ഷെഫായിട്ടാണ് ജോലി ചെയ്യുന്നത്. നാട്ടിൽ തന്നെയാണ് ഉള്ളത്. അച്ഛൻ, അമ്മ, ചേട്ടൻ മാരീഡാണ്. കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പറിനും വേണ്ടിയിട്ട് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക, അല്ലെങ്കിൽ എന്നെ വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യുക. വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന കോൺടാക്റ്റ് നമ്പർ ഉണ്ട് 287. അപ്പോൾ 287 പേരും ആണ് എനിക്ക് ഷെയർ ചെയ്യേണ്ടത്. അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് അഭിലാഷിന് വേണ്ടിയിട്ടാണ്. അഭിലാഷ് C, 36 വയസ്സ്, 166 സെൻറ്റിമീറ്റർ ഉയരം, ഡിപ്ലോമയാണ്. വർക്കിംഗ് ആസ് ഇലക്ട്രീഷ്യൻ ആൻഡ് സൂപ്പർവൈസറായിട്ട്. ജോലി ചെയ്യുന്നത് നാട്ടിലല്ല, നായർ വിഭാഗമാണ്. ആലപ്പുഴയാണ് സ്വദേശം. കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പറിനും വേണ്ടി വാട്സപ്പ് വഴി ബന്ധപ്പെടുക, ഇല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക. ഇന്ന് തന്നെ ഫേസ്ബുക്ക് പേജിൽ എല്ലാ ഫുൾ ഡീറ്റെയിൽസും ഫോൺ നമ്പർ അടക്കം കൊടുക്കുന്നതാണ്. എൻ്റെ സഹായമില്ലാതെ തന്നെ നേരിട്ട് നിങ്ങൾക്ക് ഫോൺ നമ്പർ കളക്ട് ചെയ്ത് അഭിലാഷിൻ്റെ വീട്ടുകാരെ ബന്ധപ്പെടാൻ കഴിയും. അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് വിനായകന് വേണ്ടിയിട്ടാണ്. വിനായക്, 34 വയസ്സ്, 178 സെൻറ്റിമീറ്റർ ഉയരം, പൂരാടം നക്ഷത്രം, BTech ആൻഡ് സൗണ്ട് എൻജിനീയറിംഗ് അക്കാഡമീഷ്യൻ, നായർ വിഭാഗം, ആറ്റിങ്ങലാണ് സ്വദേശം. കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും വേണ്ടിയിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക. അവിടെ ഫോൺ നമ്പർ എല്ലാ കാര്യങ്ങളും ഞാൻ കൊടുക്കുന്നുണ്ട്. വിദ്യാഭ്യാസമുള്ളതോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഉള്ളതോ ആലോചനയാണ് പരിഗണിക്കുന്നത്. അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് സുജിത് കുമാറിന് വേണ്ടിയിട്ടാണ്. സുജിത് കുമാർ, 32 വയസ്സ്, തിരുവോണം നക്ഷത്രം, വിദ്യാഭ്യാസം എൻജിനീയറിംഗ് ഡിപ്ലോമ, ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ഡിപ്ലോമയാണ്. പാണൻ SC പാണ വിഭാഗത്തിലുള്ളതാണ്. ഇപ്പോൾ ചെയ്യുന്ന ജോലി സർക്കാർ ജോലിയാണ് ചെയ്യുന്നത്. എക്സിക്യൂട്ടീവ് സൂപ്പർവൈസറായിട്ട്. കൊല്ലത്താണ് സ്വദേശം. അച്ഛൻ, അമ്മ, 2 സഹോദരങ്ങളുണ്ട്. സഹോദരങ്ങൾ വിവാഹിതരാണ്. അപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം, തൃശ്ശൂർ എന്നീ ജില്ലകളിൽ നിന്നാണ് കൂടുതലും പരിഗണിക്കുന്നത്. സ്വജാതിയിൽപ്പെട്ടതോ അല്ലെങ്കിൽ ജോലിയുള്ളതോ വിദ്യാഭ്യാസ യോഗ്യതയുള്ളതാണ് കൂടുതൽ പരിഗണിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ
അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും വേണ്ടിയിട്ട് വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക. ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ഫോൺ നമ്പർ കളക്ട് ചെയ്ത് നേരിട്ട് സുജിത് കുമാറിൻ്റെ വീട്ടുകാരെ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങളുടെ ഫോൺ നമ്പറോ കൂടുതൽ വിവരങ്ങളോ ജോലിസ്ഥലമോ ഒന്നും ഈ ഒരു യൂട്യൂബ് വഴി ഷെയർ ചെയ്യാത്തത് നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു നിയമമുണ്ട്. പേഴ്സണലായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് വാട്സപ്പ് വഴി എന്നെ ബന്ധപ്പെടാനും അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് സന്ദർശിച്ചുകൊണ്ട് അവിടെ നിന്ന് ഫോൺ നമ്പറും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് നേരിട്ട് എടുക്കാവുന്നതാണ് എന്ന് പറയുന്നത്. മുൻപൊക്കെ ഞാൻ ഈ വീഡിയോസ് വഴി തന്നെയാണ് ഷെയർ ചെയ്തിരുന്നത്. പക്ഷേ ആ നിയമം നമ്മൾ പാലിക്കണമല്ലോ. യൂട്യൂബ് നമുക്ക് ഇത്രയും ഫേവറായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു നിയമം പാലിക്കേണ്ടത് കൊണ്ടാണ് ഈ രീതിയിൽ മാറ്റം വരുത്തിയത്. അപ്പോൾ നിങ്ങളുടെ വിവാഹാലോചനകൾ ഏത് വിഭാഗമാണെങ്കിലും ഇവിടെ ഷെയർ ചെയ്യാം. ഇപ്പോൾ ഒരുപാട് വന്ന് കിടപ്പുണ്ട്. അപ്പോൾ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്ത് വരുമ്പോഴാണ് നിങ്ങളുടെയും ചെയ്യുക. ആരുടെയും ചെയ്യാതിരിക്കില്ല, പക്ഷെ ആ സമയത്തിൻ്റെ ക്രമമനുസരിച്ച് ലഭിക്കുന്ന ഫോൺ നമ്പർ അനുസരിച്ച് നിങ്ങൾ നേരിട്ട് ബന്ധപ്പെട്ട് വിവരങ്ങൾ തിരക്കി നിങ്ങളുടേതായ രീതിയിൽ രണ്ട് കൂട്ടരും ചേർന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. ഞാനിവിടെ ഷെയർ ചെയ്യുന്നു, നിങ്ങൾക്കൊരു സഹായമായിട്ട് ഷെയർ ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കരുത്. കാരണം ഒരുപാട് സാധാരണക്കാർക്ക് ഈ ഒരു രീതി വളരെ നല്ലതും അവർ പണച്ചെലവില്ലാത്തതാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം അപ്പോഴാണ് യൂട്യൂബ് തന്നെ കൂടുതൽ എല്ലാവരിലേക്കും ഇത് എത്തിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി.